മാക്സ്ട്രൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു സെപ്പറബിൾ ഫോം എന്ന് പറയുന്ന അതിൽ ടൈപ്പ് 1ഉം ടൈപ്പ് 3യും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ടൈപ്പ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ടൈപ്പ് 2 എങ്ങനെ സോൾവ് ചെയ്യാം, അതിനൊരു ചെറിയൊരു ഇക്വേഷൻസ് ഉണ്ട്, അതെങ്ങനെയാണ് വന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി ഫോം dy by dx is equal to ax plus by plus l by k into ax plus by plus m എന്നുള്ള രീതിയിൽ ഇക്വേഷൻ നമുക്ക് ഈ ഫോമിലാവും തരുന്നുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എ എക്സ് പ്ലസ് ബി വൈ ഈ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം നമുക്ക് തരുന്നതിനെ. ഓക്കെ, അപ്പോൾ ഈ ഫോമിലല്ലെങ്കിൽ അത് നമ്മൾ മാറ്റണം. ഓക്കെ, എന്നിട്ട് എ എക്സ് പ്ലസ് ബി വൈനെ നമ്മൾ എന്തെന്ന് കൊടുക്കുക, യു എന്ന് കൊടുക്കുക. ഓക്കെ, എക്സ് പ്ലസ് ബി വൈക്ക് നമ്മൾ എന്തെന്ന് കൊടുക്കുക, യു കൊടുക്കുക. കണ്ടോ, എക്സ് പ്ലസ് ബി വൈ യു എന്ന് കൊടുക്കുക. അതിനുശേഷം ഡെറിവേറ്റീവ് ചെയ്യുക ഈ ടേമിനെ, കാരണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എവിടെ, ഡി വൈ ബൈ ഡി എക്സിൻ്റെ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്താൽ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡും ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് പറ്റും. ഇത് എടുക്കുമ്പോൾ നമുക്ക് 1/b du by dx മൈനസ് എ ബൈ ബി എന്ന് കിട്ടും. എന്ന് വെച്ചാൽ രണ്ട് സൈഡും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡെറിവേറ്റീവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്യുക, അതാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, കൂടുതൽ മനസ്സിലാവും. സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഡെറിവേറ്റീവ്സ് ഉള്ളതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ കുറേ വീഡിയോസായി ചെയ്യുന്നു. അതിൽ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടായിരുന്നില്ല, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പകരം വൈ ഡാഷ് എന്നായിരുന്നു. കൺഫ്യൂഷൻ ആവേണ്ട, അത് ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ്. എക്സും വൈ ആണ് രണ്ട് വേരിയബിൾസ് ഉള്ള കാരണം ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ്. ഇനി നമുക്ക് ആവശ്യം ഡി വൈ ബൈ ഡി എക്സ് ആണ്, അതിനെ ഒരു ഭാഗത്ത് നിർത്തുക എന്നുള്ളതാണ്. ഈ ടേമിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് വരും. അപ്പം ഈ ടേമിനെയും ഇപ്പുറത്തേക്ക് എടുക്കാം, കാരണം നമുക്ക് ഏത് ഫോമിൽ വരണം, എക്സ് പ്ലസ് ബി വൈ പ്ലസ് എൽ ബൈ കെ ഇൻറ്റു എക്സ് പ്ലസ് ബി വൈ പ്ലസ് എം എന്നുള്ള ഫോമിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഫോമിലെത്തി, പക്ഷേ നമുക്ക് കെ ഇൻറ്റു എക്സ് പ്ലസ് ബി വൈ എന്നുള്ള ഫോമിൽ എത്തിയിട്ടില്ല, ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പക്ഷേ നമുക്ക് മുകളിൽ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എൽ ബൈ അടിയിൽ കെ ഇൻറ്റു എക്സ് പ്ലസ് ബി വൈ എന്നുള്ള ഫോമിൽ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഈ മുകളിലത്തെ ടേം എക്സ് മൈനസ് 2y ഉണ്ട്, അടിയിലോ എക്സ് മൈനസ് 2y ഇല്ല. കോമൺ ആയിട്ട് ആരുണ്ട്, 2 ഉണ്ട്, അത് കെ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ കെ ഇൻറ്റു എക്സ് മൈനസ് 2y എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സൈഡും ഓക്കെ അല്ലേ, ഈ ഇക്വേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ടേമിനെ യു എന്ന് കൊടുക്കാം. രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ പഠിച്ചത് അല്ലേ. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിനും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 1 മൈനസ് 2 ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. അത് നമ്മൾ മാറ്റുന്നു, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/2 മൈനസിനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മൈനസ് ഡി യു ബൈ ഡി എക്സ്. ഇനി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, എവിടെ, ഡി വൈ ബൈ ഡി എക്സിൻ്റെ അവിടെ. അപ്പോൾ 1/2 1 മൈനസ് ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് യു പ്ലസ് 3/2u പ്ലസ് 5 എന്ന് വെച്ചാൽ എക്സ് മൈനസ് 2y എന്ന് പറഞ്ഞാൽ യു ആണ് നമ്മൾ പുട്ടിച്ചിട്ടുണ്ട് അല്ലേ, പുട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ. അതിന് ശേഷം 2നെ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് യു പ്ലസ് 3/2u പ്ലസ് 5 ഇൻറ്റു 2/1. അതിന് നമ്മൾ മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് ഫോമിൽ എങ്ങനെ എത്തും, മൈനസ് 2u പ്ലസ് 6/2u പ്ലസ് 5. ഈ 1നെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എല്ലായിടത്തും മൈനസ് ടേം വന്നു, മൈനസിനെ കോമൺ ആയിട്ട് എടുത്തു, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഒക്കെ പ്ലസ് ആയി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, LCM. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് 4u പ്ലസ് 11/2u പ്ലസ് 5 എന്നുള്ള രീതിയിൽ കിട്ടും. നമുക്ക് കിട്ടിയത് ഡി യു ബൈ ഡി എക്സ് 4u പ്ലസ് 11/2u പ്ലസ് 5 എന്നാണ്.
ഇതിൽ നമുക്ക് ഡി യു സെപ്പറബിൾ ഫോമിലാക്കാം അപ്പോൾ നമുക്ക് യു ടേമിനെ ലെഫ്റ്റിക്കും എക്സ് ടേമിനെ റൈറ്റിക്കും എടുക്കാം. സെപ്പറബിൾ അല്ലേ, രണ്ട് വേരിയബിൾസിനെ സെപ്പറബിൾ ആക്കാം. അപ്പോൾ 2u + 5/4u + 11 du എന്ന് കിട്ടും ഈക്വൽ ടു dx. ഇവിടെ നമുക്ക് അടിയത്തെ ടേമിനോട് ശരിയാവുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് അടിയിലത്തെ ടേം 4u + 11 പോലെ മുകളിൽ എന്ത് വരും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4u + 10 എന്ന് വരും. പക്ഷേ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്തു. ഇനി 1/2 ഉണ്ട്, ഇൻറ്റു ആണ് 4u + 10. 10നെ നമ്മൾ 11 - 10 എന്ന് എഴുതിയോണ്ട് തെറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുന്നു. ഇനി നമുക്ക് നമ്മുടെ ഉദ്ദേശം നടന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, 4u + 11/4u + 11 - 1/4u + 11 എന്ന് എഴുതാം. എന്നിട്ട് 2നെ ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 - 1/4u + 11 du ഈക്വൽ ടു 2dx എന്നുള്ളത് കിട്ടും. ഇനി രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ആണ്, 1 വിത്ത് റെസ്പെക്ട് ടു u ആണ്. അപ്പോൾ നമുക്ക് u എന്ന് കിട്ടും. 1/4uനെ 1/4u + 11നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുട്ട് ചെയ്തു 4u + 11 t എന്ന് പറഞ്ഞിട്ട് പുട്ട് ചെയ്തു. ഓക്കെ, 4u + 11 t എന്ന് പറഞ്ഞിട്ട് പുട്ട് ചെയ്യുകയാണ്. അപ്പോൾ du = dt/4. ഡിയുവിൻ്റെ പ്ലേസിൽ dt/4 കൊടുത്തു. അത് നിങ്ങൾക്കറിയാം, 1/4നെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1/t എന്ന് വരും. 1/t എന്ന് പറഞ്ഞാൽ log t ആണ്, +c ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു എന്തിനെ, 1/4u + 11 വിത്ത് റെസ്പെക്റ്റ് ടു u ഉണ്ട്. അപ്പോൾ നമുക്ക് 1/4 log 4u + 11 കിട്ടി ഈക്വൽ ടു 2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x + c. ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ബോത്ത് സൈഡിൽ, രണ്ട് സൈഡിലും കൊടുക്കണമെന്നില്ല, എവിടെയെങ്കിലും കൊടുത്താൽ മതി c കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഈ അടിയിലത്തെ 4 അല്ലേ, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ടേമിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ u എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, x - 2y എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ u ഉള്ളടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, x - 2y കൊടുക്കണം. അങ്ങനെ പുട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. നമുക്ക് കിട്ടുന്ന ആൻസർ 4x + 8y + ഇൻറ്റഗ്രൽ 4x - 8y + 11 = z എന്നാണ്. ഇൻറ്റഗ്രൽ അല്ല, ലോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്യാം അല്ലേ, ക്വസ്റ്റ്യൻ കൂടിയും ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി, dy/dx = x - y - 2/2x - 2y - 3 എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിതിൽ x - y ഉണ്ട്. ഇതിൽ ഏത് ഫോമിലേക്ക് ആക്കണം, ax + by + l/k × ax + by + m എന്ന ഫോമിൽ എത്തിക്കണം. ax + by എന്ന് പറയുമ്പോൾ ഇവിടെ x - 2 ഉണ്ട്, പക്ഷേ ഇവിടെ അടിയിൽ അറിയില്ല, x - 2 ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ വരുത്താൻ പറ്റും. രണ്ടിലും 2 കോമൺ ആണ്, പുറത്തേക്ക് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഇനി dy/dx എങ്ങനെ കിട്ടിയത്, u = എന്തെന്ന് കൊടുത്തു, x - 2 എന്ന് കൊടുത്തു. രണ്ട് സൈഡും ഡെറിവേറ്റീവ് ചെയ്തു. അപ്പോൾ നമുക്ക് dy/dx കിട്ടി. കിട്ടുക 1 - du/dx ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. du/dxനെ ഒരു സൈഡിൽ നിർത്തി, du സെപ്പറബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് du/dx = 1 - u - 2/2u - 3 എന്ന് കിട്ടും. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ മൈനസ് ഞാൻ ബാലൻസ് ചെയ്തതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 2u - 3 - u - 2/2u - 3 എന്ന് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ u - 1/2u - 3 എന്ന് കിട്ടും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ടേമിനെ ഒരു സെപ്പറബിൾ ആക്കാൻ പോവുകയാണ്. യുവും എക്സും അല്ലേ, സെപ്പറബിൾ ആക്കുക. രണ്ട് വേരിയബിളിനും യുവിനെ ലെഫ്റ്റിക്കും എക്സിനെ റൈറ്റിക്കും എടുത്തിട്ട് സെപ്പറബിൾ ആക്കി.
ഇനി നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടിയിലത്തെ ടേമും 2u - 3 വരാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും 2/2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ മീൻസ് 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യുക. ഈ 2-നെ ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ചെയ്താൽ മതി. ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടേം അവിടെ വേണം. കാരണം എന്തില്ല, കോഷ്യൻ്റ് റൂള് നമുക്കല്ല. അപ്പോൾ നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ടേം മാറി. ക്ലിയർ അല്ലേ? അതിന് ശേഷം നമുക്ക് -3 ആണ്. -3-നെ -2 - 1 എന്ന് എഴുതാം. 2u - 2/2u - 2 -1/2u - 2 du ഈക്വൽ ടു dx എന്നാ. ഈ 2-നെ എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ടേം ഇതുപോലെയാവും. ഇനി എന്ത് ചെയ്യുക, രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ ഡി ചെയ്യുമ്പോൾ u എന്ന് കിട്ടും. ഇത് ടേമിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ t എന്ന് കൊടുക്കുക. എന്നിട്ട് ബോത്ത് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് duൻ്റെ പ്ലേസിൽ dt/2 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ 1/t എന്ന് കിട്ടും. 1/t എന്ന് പറഞ്ഞാൽ log t ആണ്. 1/2 log t എന്ന് കിട്ടും. കാരണം കോൺസ്റ്റൻ്റ് ഇല്ലേ, 1/2-നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തുമ്പോൾ കിട്ടും. 1/2 dx എന്ന് പറയുമ്പോൾ 1/2-നെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് 1 അല്ലെങ്കിൽ 1/2 × x എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, 2u മൈനസ് എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിലും 2 ഉണ്ടല്ലോ ഡിവിഷൻ. അപ്പോൾ 2-നെ എല്ലാ സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഡിവിഷനുള്ള ടേം പോവും, മൾട്ടിപ്ലൈ ആയിട്ട് വരും. അപ്പോൾ 2u - log t = x. t എന്താണ്? 2u - 2 ആണ്. 2u - 2 ആണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഒപ്പം പുട്ട് ചെയ്ത് കൊടുക്കണം. ഒപ്പം u എന്താണെന്നുള്ളതും പുട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. x - 2y - log of x - y - 1 = 0 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വണ്ടർഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് സെക്ഷനായിട്ട് നമുക്ക് ഇനിയും വരാം. നമുക്ക് പെട്ടെന്ന് മാർച്ചിലല്ല എക്സാം, അതിനുള്ള ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ബൈ.